വയനാട് മാനന്തവാടിയിൽ വനത്തിനുള്ളിൽ കാണാതായ വയോധികയെ കണ്ടെത്തി പിലാക്കാവ് സ്വദേശി ലീലയാണ് മണിയൻകുന്ന് വനമേഖലയിൽ നിന്നും RRT സംഘം കണ്ടെത്തിയത്. 2 ദിവസമായി ഇവർക്കായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു. നമ്മളൊരു അമ്മയെ കണ്ടെത്തുന്ന പോലെ എല്ലാവരും തലപ്പുഴ സെക്ഷൻ ടീമായിരുന്നു ആദ്യം കയറി. സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. നിങ്ങളായിരുന്നു ആദ്യം കയറിയിരുന്നു തലപ്പുഴ സെക്ഷൻ? എത്ര മണിയോടെ ഇന്ന് അവിടെ വനത്തിലേക്ക് ആരംഭിച്ചു? വനത്തിൽ കയറിയിരുന്നു. 9 മണി. എത്ര മണിയോടെ സുമാർ അവരെ? 9-9:15 ഇന്നലെ തെരച്ചിൽ നിർത്തിയതിന്റെ വളരെ സമീപത്താണോ അല്ലെങ്കിൽ അടുത്ത ദൂരെയായിട്ടാണോ ഇപ്പൊ കണ്ടെത്തിയെന്ന് പറയാൻ പറ്റുമോ? അതായത് ഇവരൊരു സ്ഥലത്തായി നിൽക്കുന്നില്ല, ഒരു സ്ഥലത്തായി നിൽക്കുന്ന ഒരാളല്ല, അത് പല സ്ഥലത്തായി നടന്നിട്ടുണ്ട്. പക്ഷെ കമൽ ചേരുന്നുണ്ട്. കമൽ, കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ വലിയ ആശങ്കയുടേതായിരുന്നു. ഒരുപാട് തിരച്ചിലുകൾ നടത്തിയ RRT സംഘമൊക്കെ ഇപ്പോൾ ഒടുവിൽ വയോധികയെ കണ്ടെത്താൻ കഴിയുമ്പോൾ ആശ്വാസം സംബന്ധിച്ചൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രജീഷ്, വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം അല്പം ഓർമ്മക്കുറവുള്ള ഒരു വയോധികയാണ് ലീല. ഇവരെ തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് കാണാതാകുന്നത്. വനം വകുപ്പ് ആ പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിൽ, വന്യജീവികളെ നിരീക്ഷിക്കാനായി സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിൽ 2 പേരുടെ ചിത്രം പതിയുകയും ചെയ്തു. അതിനെ തുടർന്നാണ് വനം വകുപ്പ് ഡ്രോണും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് പോലീസും ഫയർഫോഴ്സും വനം വകുപ്പും ഒക്കെ തെരച്ചിൽ നടത്തിയത്. ഇന്നലെ മുഴുവൻ തെരച്ചിൽ നടത്തിയിട്ടും ഇവരെ കണ്ടെത്താനായില്ല. അതോടെ ആശങ്ക വർദ്ധിച്ചു. പക്ഷേ ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഈ മണിയൻകുന്ന് മലയിൽ ഇവരെ സുരക്ഷിതയായി കണ്ടെത്തുകയായിരുന്നു. ആനയും കടുവയും ഒക്കെ ഉൾപ്പെടെ ഉള്ള സ്ഥലമാണ്. നേരത്തെ കടുവയുടെ ആക്രമണമൊക്കെ ഉണ്ടായ പിലാക്കാവിനടുത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ സുരക്ഷിതയായി ആരോഗ്യവതിയായി ലീലയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരച്ചിൽ നടത്തിയവർക്കും നാട്ടുകാർക്കും ഒക്കെ ആശ്വാസകരമായത്. അത്രയും വിപുലമായ ഒരു തെരച്ചിലാണ് ഇന്നലെ പകലും ഇന്ന് രാവിലെയും നടത്തിയത്. അതിനൊടുവിലാണ് ഇവരെ സുരക്ഷിതയായി കണ്ടെത്തിയത്. ശരി കമൽ, മണിയൻകുന്ന് വനമേഖലയിൽ നിന്നാണ് വയോധികയെ കണ്ടെത്താൻ RRT സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നത്. ഒരുപാട് വന്യജീവികളൊക്കെ തന്നെ ഉള്ള മേഖലയിൽ പെട്ടുപോകുമ്പോൾ വലിയ ആശങ്കയായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ആശ്വാസത്തിന്റെ വഴിയെ എത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. അയാൾ നോക്കിക്കോട്ടോ, ലാലുവേട്ടനെ നോക്കിയോ. അവിടെ തന്നെ നിന്നാ ഇലക്ട്രോണിക്ക